ഹലോ ഗായ്സ്, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗായ്സ്, നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് നമ്മളെ ബ്രെയിൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി. നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് നമ്മുടെ ബ്രെയിൻ ടെസ്റ്റ് ഗെയിമുമായിട്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ബ്രെയിൻ ടെസ്റ്റിൻ്റെ പാർട്ട് 1 ഇട്ടായിരുന്നു. അപ്പം ഇതെല്ലാവരും കണ്ടിട്ട് വേണം ഇത് കാണാനായിട്ട്. അങ്ങനെ ഫണ്ണിയൊക്കെ ആയിരുന്നു. എന്തായാലും നമുക്ക് നേരെ സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുമ്പേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തായാലും നമുക്ക് വീഡിയോ എടുക്കാം. Where is the cat above this text? ഇതല്ലേ? ഓ, ഇത് above this text. ഈ ടെക്സ്റ്റിലുള്ള ക്യാറ്റ് ഏതാണ്? എന്താ മനസ്സിലായില്ല? 9 1 ഇത് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇത് എത്രയായിരിക്കും? 12 പിന്നെ ഇത് 9, ഇത് 1, ഇനി ഇത് 9 ആണോ? 9 പിന്നെ ഏതാ? ചേടാ, നമുക്ക് ഇതിൻ്റെ എടുക്കാം. കൗണ്ട് ദ ഇൻസ്ട്രക്ഷൻസ്. 1 2 3 count the instructions. 1 2 3 4 5 മനസ്സിലായി. 2 3 4 5 ആണെന്ന് മനസ്സിലാവുന്നു. 6 അതല്ലേ? പിന്നെ ഇനി 2 പിന്നെ ഏതാ? ഇത് നമ്മൾ എന്ത് ചെയ്യും ഗായ്സ്? ഈ ആൻസർ എന്താണെന്ന് പിടുത്തം പോലും കിട്ടുന്നില്ല ഗായ്സ്. ഇതിൻ്റെ അകത്ത് ഇന്ത്യ കൊടുത്തേക്കുന്ന കൗണ്ട് ഇന്റർസെക്ഷൻസ് എന്ന് വെച്ചാൽ ഇന്റർസെക്ഷൻ. ഞാൻ നേരത്തെ ഇൻസ്ട്രക്ഷൻ. എനിക്കിതിൻ്റെ ആൻസർ എന്തായാലും കിട്ടുന്നില്ല. എത്ര ആയിരിക്കില്ലേ? എനിക്ക് തോന്നി വരെയാണോ? ഇനി 1 2 3 4 വരെയുണ്ട്. ഇതിൻ്റെ അകത്ത് 1 2 3 4 5 അതിൻ്റെ അകത്ത് 6 ആണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് 2 ആണ്. അപ്പോൾ ഇത് 4 ആണോ? ഇനി ഓ കറക്റ്റ്. നമ്മൾ നേരത്തെ 4 കൊണ്ട് അടിച്ചായിരുന്നല്ലോ. അപ്പോൾ വന്നില്ലേ? ഓ ആടല്ലേ? ഓ അത് കറക്റ്റാണ്. ഓക്കെ, അപ്പം നമ്മൾ നെക്സ്റ്റ് ലെവലിൽ സ്പിൻ ചെയ്യാനാണ്. അത് മാറ്റിയപ്പം ഇറ്റ് ഈസ് ലുക്ക് ടു ഡാർക്ക്. ഐ ക്യാൻ ഫൈൻഡ് മൈ ക്യാറ്റ്. എത്ര ഉള്ള കാര്യം. ആഡ് ഞാനാ വരച്ചു കൊടുക്കുന്നത്. ഇത് ഫുള്ള് ചെറിയ ഇതും ഉള്ളല്ലോ. ഈ ഗെയിം കളിക്കണമെങ്കിൽ നമുക്ക് അടുത്ത പ്രാവശ്യം കളിക്കാം. ജസ്റ്റ് കമൻറ്റ് ചെയ്യും കളിക്കണമെങ്കിൽ. ഡോപ്പ് ഡ്രോ 1 പാർട്ട്. ഈ ഗെയിം കളിക്കണമെങ്കിൽ നിങ്ങൾ അടുത്ത പ്രാവശ്യം കമൻറ്റ് ചെയ്തേക്കാം, കളിക്കാം. ഓക്കെ, ഇത് ഞാൻ നേരത്തെ. ഓക്കെ, അത് ശരിയാണ്. അടുത്തത് റീച്ച് ടു ദ ഫിനിഷ് ബിഫോർ ടൈം റൺസ്. ഫിനിഷ്. ഓ ഓക്കെ, അത്രയുള്ള കാര്യം. ഫിനിഷായി. കാറ് ഫിനിഷായി. അത്രയുള്ള കാര്യം. ഓ, ഇതെന്താണ് ആഡ്? നെക്സ്റ്റ് ലെവലിലോട്ട് പോവാം. We must be ready before the guest arrive. ഇത് ക്ലീൻ ആക്കണം. മാത്രമല്ല കൈയിട്ടാണ് അയക്കിക്കൊണ്ടിരിക്കുക. ചേട്ടാ, എൻ്റെ കൈ കാണിക്കുന്നത് പാടാ. ഇളക്കാൻ ആദ്യത്തെ റെഡിയാവും.
അത് ഇതും കൂടി ഉണ്ട്. എൻ്റെ കയ്യൊരു തുണിയാക്കി ഐസ് വഴി പൊട്ടു ഫ്രഷായിട്ട് മിക്സ് വെക്കുക. പിക്ക് എ ബൗൾസ്. വേർ ഈസ് മൈ റാബിറ്റ്? എൻ്റെ റാബിറ്റ് കണ്ണെനക്കാം. എൻ്റെ റാബിറ്റ് ഇപ്പം ഉണ്ട്. ഇതാണ് എൻ്റെ റാബിറ്റ്. ഇതുണ്ട്. ചേടാ എൻ്റെ റാബിറ്റ് ഇതെവിടെ? ഹിന്ദു ഇല്ല ഐസ് എടുക്കാനായിട്ട്. ചേടാ ഇതെന്ത് ചെയ്യാണ്? റാബിറ്റ് റെഡി. എനിക്ക് ക്യാരറ്റ് എടുത്ത് എനിക്ക് മണ്ടക്കോട്ട് എടുത്ത് എന്നിട്ട് അമ്മേ ഗെറ്റ് ദ ബിഗ്ഗസ്റ്റ് നമ്പർ പോസിബിൾ. ബിഗ്ഗസ്റ്റ് നമ്പർ പോസിബിൾ എന്ന് വെച്ചാൽ 15 into 2 15. ഗെറ്റ് ദ ബിഗ്ഗസ്റ്റ് നമ്പർ പോസിബിൾ. അതായത് പോസിബിൾ ബിഗ്ഗസ്റ്റ് നമ്പർ ഐ തിങ്ക് 9. കറക്റ്റ്. അത് പറയുന്നത് പക്ഷേ അത് കറക്റ്റായി. സ്റ്റോപ്പ് ദ ബേബി ക്രൈയിങ്. ഓക്കെ, അടുത്തത് വേർ ഈസ് മൈ ചോക്ലേറ്റ്? ഈശയില്ലേ? ഇതല്ല, ഇതാ. ഓ കറക്റ്റ്, അത് തന്നെ. ടിമ്മി ഈസ് ഹംഗ്രി പ്ലീസ് ഫീഡ്. ഫുഡല്ലേ ഇവിടെ ഇരിക്കുന്നു. ഫുഡല്ലാണ് കൈയിടാൻ മതിയായി കൊടുത്താൽ കേട്ടാ. ഫുഡിൽ ഉപ്പില്ലേ? ഞാൻ ഉപ്പെടുത്ത് കഴിച്ചാലോ. നീ വെള്ളം കുടി. എൻ്റെ കയ്യിൽ പിന്നെ ഫുഡ് പോ എടുത്തോ. ഞാൻ ഉപ്പിട്ട് തരാൻ. അത് അതെടുത്ത് കഴിക്കും. അല്ലാതെ പിന്നെ തലേ വെച്ച് തരാം. അതെന്തുവാ മനസ്സിലായി? എന്തെങ്കിലുമൊക്കെ ആവട്ടെ. വിച്ച് മങ്കി ഈസ് കാർ സിക്ക്? ഇത് പിന്നെ ഫോൺ കയ്യിൽ നിന്ന് കഴിഞ്ഞു ഗൈസ്. കാർ സിക്ക് എന്ന് വെച്ചാൽ ഇങ്ങനെ തേക്കാനായിട്ട് തേക്കാനായിരുന്നു ഇപ്പം. സൂപ്പർ, തേക്കാൻ തന്നെ ആയിരുന്നു. തേച്ചപ്പോൾ പോയി. അത്രേ ഉള്ളൂ. തേച്ചുകൊണ്ടാണെങ്കിൽ ഫോൺ വിളിക്കാൻ തേച്ചപ്പോൾ ഫോൺ വിളിയിൽ പോയി അറിയാതെ. ബ്ലൂ ഹാസ് വിൻ ദിസ് റേസ്. നമ്മൾ ഇത് രണ്ടിനെ ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് അത് കുഴപ്പമില്ല. ബ്ലൂ ഫസ്റ്റ് ജയിക്കുന്ന ആരാ? യെല്ലോ. എനിക്ക് എന്തുവാ ഇതൊന്ന് ഫിനിഷിംഗ് പോയിന്റ് മനസ്സിലാവുന്നില്ല. ചിലപ്പം നമ്മളെന്ത് ചെയ്ത് എനിക്ക് എന്ത് ചെയ്യാനാ? ഗോൾ വെക്കുമ്പോൾ ആദ്യം അവന്മാരും അപ്പോൾ നമ്മുടെ ബ്ലൂ ലാസ്റ്റാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ആൻസർ നമ്മൾ യൂട്യൂബിൽ പോയി തപ്പണമെന്ന് തോന്നുന്നു. ഐ വിൽ കം ബാക്ക്. ഓക്കെ ഗൈസ്, ഐ വിൽ ബാക്ക്. അപ്പം ഇതെന്തുവാന്ന് വെച്ചാൽ ഇവിടെ ഒരു കമ്പ് കാണില്ല. ഇതൊരു പവർ ബാറ്ററിയാണ്. ഇതെടുത്ത് കൊടുക്കണം. ഇപ്പം നമ്മൾ ബ്ലൂ ജയിച്ചു. അത്രേ ഉള്ളൂ കാര്യം. ആഡ് വന്നു. ഓക്കെ, എന്തായാലും നമുക്ക് നെക്സ്റ്റ് ലെവലിലോട്ട് പോവാം. ഹെൽപ്പ് ദിസ് പുവർ ഗൈ പ്ലീസ്. ഞാൻ ഹെൽപ്പ് ചെയ്യാൻ ഹെൽപ്പ് എടുത്തു കൊടുക്കുന്നു. എങ്ങനെ അത്ര മനസ്സിലായി. ഫോൺ നമ്മൾ ചരിച്ചു പിടിക്കണം. എനിക്ക് തോന്നി
മേക്ക് ദ റെഡ് വിൻ ദ റേസ്. നമുക്ക് വിൻ ചെയ്തു, അത്രേ ഉള്ളൂ. എനിക്ക് ആ റെഡ് കണ്ടപ്പോഴേ തോന്നി അതാ ഞാനോ എന്തെങ്കിലും ആയിരിക്കും. സ്പിന്നെടുത്താലോ ഗൈസ്? സ്പിന്നെടുത്ത് നോക്കാം. ഓക്കെ, നമ്മുടെ സ്പിന്ന് ഒരു 25 ഇത് കിട്ടി ഗൈസ്. അതുകൊട്ടെ നെക്സ്റ്റ് എന്തായാലും ബേൺ എവരിത്തിങ്. ഈ തീർത്ത് എത്തിച്ചാൽ പോലെ ബേൺ എവരിത്തിങ് അല്ലേ? എവരിത്തിങ് മാത്രമേ ഉള്ളൂ കാര്യം. കത്തിച്ച് എല്ലാം കത്തിച്ച് എല്ലാം ചത്തുകൊണ്ടു. Jack did not study for the exam, but he has to pass. അപ്പം എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റും, പാസ് എടുത്ത് വെക്കാൻ പറ്റും. ശരാ ഫോൺ അല്ലെങ്കിൽ പിന്നെ എന്തുവാ കോപ്പി അടിച്ചു കൊടുക്കണം. ഫോൺ തലകുത്തി മറിച്ചിട്ടൊന്നും കാര്യം നടക്കുന്നില്ല. ചേട്ടാ ഒരു ഹിന്റ് എടുത്താലോ? That looks like a stretchy neck. മനസ്സിലായില്ല. That looked like a stretchy neck. എന്തുവാ? ഇപ്പോൾ കഴിച്ച് ഇപ്പോഴാണ് കാര്യം പിടികിട്ടിയത്. അത് കൊടുത്തിരിക്കുന്നത് ദാറ്റ് ലുക്ക് ലൈക്ക് സ്ട്രെച്ചി നെക്കെന്നല്ലേ? ഇത്രയേ ഉള്ള കാര്യം. കുറേ നേരം ഇരുന്ന് ആലോചിച്ചിട്ടാണ് കാര്യം പിടികിട്ടിയത്. എന്തുവാ? വിച്ച് ബിൽഡിംഗ് ഈസ് ദ സ്ട്രോങ്? എനിക്ക് ഫോൺ എടുത്ത് ഞാൻ ഷേക്ക് ചെയ്തു, എനിക്ക് തോന്നി. ഓക്കെ, ഇത് തന്നെ എപ്പോഴും വരുന്നല്ലേ. വി നീഡ് 9 apples. 1 2 1 2 3 4 5 6 6 ഉള്ളൂ. ഓ മനസ്സിലായി, അത്രേ ഉള്ളൂ. വി നീഡ് 6 apples. പിക്ക് ദ റെഡ് കളർ. ഇങ്ങനെ റെഡ് കളർ. പിക്ക് ദ റെഡ് കളർ എന്ന് വെച്ചാൽ ഇതല്ലേ? പിക്ക് ദ യെല്ലോ. പിക്ക് ദ റെഡ് കളർ. പിക്ക് ദ യെല്ലോ. പിക്ക് ദ റെഡ്. പിക്ക് ദ റെഡ് കളർ. പിക്ക് ദ യെല്ലോ. പിക്ക് ദ റെഡ്. വീണ്ടും അപ്പം ഇത് ഒന്നും മനസ്സിലായില്ല. നമുക്കെല്ലാം മനസ്സിലായി കമൻറ്റ് ചെയ്യുക. ഗൈസ്, ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു ടാർഗറ്റ് ചെയ്യാം. ഒരു 100 ലൈക്സ് എൻ്റെ ഈ വീഡിയോയ്ക്ക് കിട്ടുമെന്ന് നോക്കണം ഗൈസ്. 100 ലൈക്സ് ഒരു വീഡിയോയ്ക്ക് കിട്ടുന്നില്ല. ഹൗ ക്യാൻ ദ ബസ് പാസ് തോട്ട്? ബസ്സിലെ കൂടെ പോകാൻ അങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിലെ കൂടെ ബസ്സിന് പോകാൻ പറ്റില്ല. ബസ് അത്ര ഉള്ള കാര്യം. ബസ് ചെറുതായി സ്പിൻ ചെയ്ത് നോക്കിയാൽ സ്പിൻ ചെയ്യാൻ വന്നിട്ടുണ്ട്. താങ്ക്സ്. ഹൗ മെനി എഗ്സ് ആർ ദെയർ? 1 2 3 4 5 6 1 2 3 4 5 6 7 8 8 1 2 3 4 5 6 7 8 9. മുകളിലത്തെയും കൂടി കൂട്ടാൻ എനിക്കറിയാം. ഹൗ മെനി എഗ്സ്? 1 2 3 4 5 6 1 അല്ല, 2 അല്ല, 3 അല്ല, 4 അല്ല, 5 അല്ല, 6 അല്ല, 7 അല്ല, ആണ്. 1 2 Why was the hiding there? മനസ്സിലായില്ലല്ലോ. സിസർ ഹാവ് ടു വിൻ. സിസർ ആയിട്ട് വെച്ചാൽ
ഓ അത് പറ്റത്തില്ല. കിട്ടി. ഓക്കെ, ഇനി സിസർ ജയിച്ചു. ഇത്രേ ഉള്ളൂ. സിസർ ജയിച്ചു. അടുത്തത് സ്റ്റോപ്പ് ദ ഏലിയൻ ഇൻവേഷൻ. മനസ്സിലായില്ല എനിക്കൊന്ന്. ഭയങ്കര പാടായി സാർ കളിക്കാൻ. ഓക്കെ, ഹെൽപ്പ് മീ അച്ചീവ് വിക്ടറി. അത്രേ ഉള്ളൂ. ജയിച്ച് കളി ജയിച്ചു. If you like this level, try our game board. Help this poor man, please. Out of order കിട്ടി. ഔട്ട് ഓഫ് ഓർഡർ എടുത്ത് മാറ്റാൻ പറ്റുമോ? എന്ത് ചെയ്യാണ്? അല്ലെങ്കിൽ ഇത് ചേഞ്ച് ചെയ്യാൻ പറ്റും. ശടാ, നന്നായിട്ട് മാറ്റണം. തലതിരിച്ച് പിടിക്കണം. പിന്നെ എന്തോന്നാണ് ചെയ്യാൻ? ഷടാ, ഇത് മനസ്സിലാവുന്നില്ല. ഹെൽപ്പ് എടുത്ത് കൊടുക്കും. അത്രേ ഉള്ളൂ കാര്യം. അത്രേ ഉള്ളൂ. ഹൗ ക്യാൻ ദിസ് ബി കറക്റ്റ്? കറക്റ്റ് അല്ലേ? 15 × 15 × 15 45. 15 × 15 അതിൻ്റെ എനിക്ക് കണക്കൊന്നും അറിയത്തില്ല. 15 × 15 ഒന്നും മനസ്സിലാവുന്നില്ല. അത് ഷൂട്ട് ചെയ്യണം. അയ്യോ, ഇനി എന്ത് ചെയ്യണം? ഒന്നും മനസ്സിലാവുന്നില്ല. ഞാൻ എൻ്റെ ഉള്ളിലോട്ടൊന്ന് ഷൂട്ട് ചെയ്തത് പ്ലസ് ആയി. 15 + 15. What occurs twice in a week, once in a year, never in a month? ക്വസ്റ്റ്യൻ മനസ്സിലായില്ല. എനിക്ക് മനസ്സിലായില്ല. വാട്ട് ഒക്കേഴ്സ് ടൈസ് ഇൻ എ വീക്ക്. വാട്ട് ഒക്കേഴ്സ് ടൈസ് ഇൻ എ വീക്ക് എന്ന് വെച്ചാൽ എനിക്കിതില്ല. വൺസ് ഇൻ എ ഇയർ ആൻഡ് നെവർ ഇൻ എ മന്ത്. എന്തുവാന്ന് മനസ്സിലാവുന്നില്ല. ഇതിൻ്റെ ഒരു പിടുത്തവും ഇല്ല എങ്ങനെ ചെയ്യണമെന്ന്. വാട്ട് ഒക്കേഴ്സ് ടൈസ് ഇൻ എ വീക്ക്. എന്തായാലും ഒരു കാര്യം മനസ്സിലായത്, ഏത് എപ്പിസോഡ് വരെ ഏതെങ്കിലും ഒരു ആൽഫബറ്റാണ്. അത് മനസ്സിലായി. നമ്മുടെ പഴയ കൂടി ഉപയോഗിക്കാം. എ അല്ല, ബി അല്ല, സി അതുമല്ല, ഡി അതുമല്ല, ഇ. കറക്റ്റ്. എനിക്കറിയാമായിരുന്നു. ചെയ്തുകൊണ്ട് വരുമ്പോൾ എനിക്കറിയാമായിരുന്നു. നെക്സ്റ്റ് ലെവൽ എന്താ? റിമൂവ് 6 sticks ആൻഡ് മേക്ക് ഇറ്റ് 10. ഈസിയല്ലേ? 1 2 3 4 5 6. ഈസി. എനിക്ക് തോന്നി. അയ്യോ, എന്തൊക്കെയോ ആയിപ്പോയി. നെക്സ്റ്റ് 10 is dead. Help this frog fly. പിന്നെന്ത് ചെയ്യാനത്? ഇനി പൊക്കണം. പിന്നെ ഷടാ, ഹെൽപ്പ് ദിസ് ഫ്രോഗ് ഫ്ലൈ. എന്തെങ്കിലും അനക്കാൻ പറ്റും. ഷടാ, ഒന്നും മനസ്സിലാവുന്നില്ല. ഷടാ, എന്ത് ചെയ്യണം? ഇതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒന്നും അറിയത്തില്ല. കുറേ നേരം നിന്ന് ആലോചിച്ച്. എന്ത് ചെയ്യണം? നീ കൈ വല്ലതും എടുത്തെന്തെങ്കിലും ഒക്കെ ആക്കണം. ചിലപ്പോൾ ഷേക്ക് ചെയ്യണം. അതൊന്നും അല്ലല്ലോ. എന്തോന്നും മനസ്സിലാവുന്നില്ല.
ഒന്നും മനസ്സിലാവുന്നില്ലേ എൻ്റെ പിന്നെ ഇതെങ്ങനെയോ ഫോൺ ഇങ്ങനെ കൊടുക്കുന്ന പോലെ കാണിക്കും. ഇല്ല ഒന്നും കിട്ടുന്നില്ല. നമുക്ക് യൂട്യൂബിൻ്റെ അടുത്ത് പോകാം ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ യൂട്യൂബിൽ നോക്കിയപ്പോഴാണ് ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ മൂക്കി പിടിച്ച് പൊക്കണം അല്ലേ? അത് ശരി, മൂക്കി പിടിച്ച് എന്തൊക്കെയോ ചെയ്യണം മൂക്കിൽ. മൂക്കി പിടിച്ച് അമർത്തണം. ഈസിയല്ല, ഭയങ്കര പാടാം. ഓടണം. ഇത്രയും നേരം വരാത്ത ആളിന് ഇപ്പം രാവിലാന്ന് തോന്നി. എന്തായാലും അടുത്ത ലെവലിലോട്ട് പോവാം. ഇതെപ്പോഴും വരുന്നില്ല. അവർ ക്യാറ്റ് ഈസ് സ്റ്റിൽ ഹംഗ്രി. ഓ കാര്യം എനിക്ക് തോന്നി ആ തീപ്പട്ടി നടന്നപ്പോഴേ എനിക്ക് തോന്നി. എന്തായാലും അടുത്തേക്ക് പോവാം. ഐ വാണ്ട് 9 ക്യാൻഡീസ്. തുറക്കണം. 9 ക്യാൻഡീസ് കളഞ്ഞിട്ട് ചുടിക്കാം. 4 5 6 കുറച്ചുണ്ട്. ക്ലിക്ക് ദം ഫ്രം ലോ ഇൻ ഹൈ. മനസ്സിലായി. 5 പിന്നെ 65. അല്ല തെറ്റിപ്പോയി. ആദ്യം -5, പിന്നെ -450, പിന്നെ 66, പിന്നെ 577. എന്നിട്ട് അല്ലേ അപ്പം 5 66 ഇത് ഇങ്ങനെയാണ്. പിന്നെ ക്ലിക്ക് ദം ഫ്രം ലോ ടു ഹൈ. ലോ ടു ഹൈയിൽ എഴുതത് ലോ എന്ന് വെച്ചാൽ അതില്ലാത്ത. ലോ ടു ഹൈ എന്ന് വെച്ചാൽ 1 ഇത് 5 1. ലോ ടു ഹൈ ആണ് ഹൈറ്റ് പോകാൻ. പിന്നെ സെക്കൻഡ് വരുന്നത് ഇത് മൈനസ്. പിന്നെ ഇത് 578-നെക്കാട്ടിലും ചെറുത് 528. എന്നിട്ടത് ഇതല്ല. അപ്പം ഇനി 5 ഇതാണ്. അതുമല്ല. ഇനി 66 ഇത് ചേടാ ഒന്നും കിട്ടുന്നില്ല. എന്താണെന്നൊരു പിടിയും കിട്ടുന്നില്ല. എന്തായാലും 5 ഇങ്ങനെയൊന്നും അല്ല. അങ്ങനൊന്നുമില്ല. ഇങ്ങനെ കണ്ട് കാണുന്ന രീതിയിലൊന്നും ഇത് നോക്കാം. 2 3 4 5 6 ഇതെങ്ങനെ കറക്റ്റ് ആവുന്ന മനസ്സിലായി. I recently opened a hotel, but I did hateful things. എനിക്കൊരു കുന്ത്രാണ്ടോ മനസ്സിലായി. ഭയങ്കര ഫണ്ണി ആയിട്ടുള്ളതാണ്. നിങ്ങൾ ഈ ഗെയിം കളിച്ചു പ്ലേ സ്റ്റോറിൽ കിട്ടും. പ്ലേ സ്റ്റോറിലാണ് ഞാൻ കളിക്കുന്നത്. എൻ്റെ കയ്യിൽ PC-യും ഗെയിമിംഗ് ലാപ്ടോപ്പും കുന്ത്രാണ്ടോ ഒന്നും എന്തായാലും. പിന്നെ നിങ്ങൾക്ക് അടുത്തൊരു ഹോറർ ഗെയിം എല്ലാം ഇങ്ങനെയായിട്ട് വേണം കമൻറ്റ് ചെയ്തേക്കുക. നമുക്ക് ഒരു ഹോറർ ഗെയിമൊക്കെ ഇടാം. കുറേ ഹോറർ ഗെയിമൊക്കെ ഉണ്ട്. ഡോണ്ട് ടെൽ മീ യു ഫോർഗോട്ട് ടു ബൈ ഹിസ് ബർത്ത്ഡേ പ്രസൻറ്റിന് ഇതായിരിക്കും. താരം ഒരു ഗിഫ്റ്റ് കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു ഇതെന്താണ് എന്തായി? ക്ലിക്ക് ദ ആനിമൽ ഫ്രം സ്മാളസ്റ്റ് ടു ബിഗ്ഗസ്റ്റ്. ഇത്
ഇത് ഇത് ഇത് സബ്മിറ്റ് അല്ലേ? അപ്പം ഇത് 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 സബ്മിറ്റ് അല്ലേ? സ്മാളസ്റ്റ് ടു ബിഗ്ഗസ്റ്റ് ആണെങ്കിൽ ഇത് സ്മാളസ്റ്റ്. സെക്കൻഡ് ഇത്, തേർഡ് ഇത്, ഫോർത്ത് ഇത് സബ്മിറ്റ് അല്ലേ? 1 2 3 4 ഇങ്ങനെ ഇല്ല. അപ്പോൾ 1 2 3 4 അല്ല, കണ്ണി കാണുന്നില്ല. ഇതിന് 1 2 3 4 ഇങ്ങനെ അല്ല. 1 2 3 4 ഇങ്ങനെ അങ്ങനെയല്ല. 1 2 3 നമ്മൾ ചെക്ക് ചെയ്യുന്നു. നമുക്ക് ഇത് 1 2 3 4 എടാ അങ്ങനെ ചെക്ക്. നമുക്ക് എല്ലാ രീതിയിലും ചെക്ക് ചെയ്ത് നോക്കാം. ഇത് 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 സ്മാളസ്റ്റ് ടു ബിഗ്ഗസ്റ്റ് അല്ലേ? ഏറ്റവും ബിഗ്ഗസ്റ്റിൻ്റെ അത് മഴ വന്നിക്കണം. ഏറ്റവും സ്മാളസ്റ്റ് ഇത് വന്നിക്കണം. അപ്പം ഇത് 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 ഇതാണ് അല്ല. ഏറ്റവും സ്മാളസ്റ്റ് ക്ലിക്ക് ഓൺ ദ ആനിമൽസ് ഫ്രം സ്മാളസ്റ്റ് ടു ബിഗ്ഗസ്റ്റ്. ഒന്നും മനസ്സിലാവുന്നില്ല. ഇപ്പോഴാണൊരു കാര്യം കൂടി കിട്ടിയത്. നമ്മൾ ഇത്രയും നേരം കൊടുത്തുകൊണ്ടിരുന്ന ഇതിൻ്റെ അത് കൊടുക്കുന്ന ക്ലിക്ക് ഓൺ ദ ആനിമൽസ് ഫ്രം സ്മാളസ്റ്റ് ടു ബിഗ്ഗസ്റ്റ്. നമ്മൾ ഈ മരവും കൂടി കുത്തിച്ചേർത്തു. മരം ഒരു ആനിമൽ അല്ലല്ലോ. ഞാൻ പൊട്ടാനായി. ലോകത്തിലെ ഏറ്റവും വലിയ പൊട്ടാൻ ഞാനാണ്. 1 2 3 എന്താ മരം ഒരു ആനിമൽ അല്ലല്ലോ. ഓക്കെ, എന്തായാലും നമ്മൾ ലാസ്റ്റ് 70 ലെവലിലോട്ട് പോവാം. ഹൗ ക്യാൻ ദിസ് ക്വസ്റ്റ്യൻ വർക്ക്? 100 പ്ലസ് മനസ്സിലായി. ഇത് ഇങ്ങോട്ട് ഇറക്കണം. ഇല്ലെങ്കിൽ അത്രേ ഉള്ളൂ കാര്യം. ഈസി. Start trading on Olympic with നമുക്ക് just ഒരു 70 rupees. ലെവലും കൂടി ചെയ്യാം guys. എന്നിട്ട് നമുക്ക് ഇത് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഹെൽപ്പ് ദ മദർ ലയൺ. എന്തിനു ഹെൽപ്പ് ചെയ്യാൻ? ഗൈസ്, എന്തായാലും ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഓക്കെ ഗൈസ്, വീഡിയോ അവസാനിപ്പിക്കാറായപ്പോൾ തന്നെ ആട് കയറിയെന്നല്ലേ. എന്തായാലും നമ്മൾക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. ഒരു 100 സബ്സ്ക്രൈബെങ്കിലും തരണേ. അപ്പോൾ എല്ലാവർക്കും എന്തായാലും ബൈ.